പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് വെച്ചായിരുന്നു സംഭവം. അമിത വേഗത്തിൽ ഓടുകയായിരുന്ന കാറിന്റെ ഡോറിൽ യുവാക്കൾ കയറിയിരുന്ന് ആർപ്പ് വിളിക്കുന്ന ദൃശ്യങ്ങൾ മറ്റ് യാത്രക്കാരാണ് ചിത്രീകരിച്ച് പോലീസിന് കൈമാറിയത്. പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കാർ ഡ്രൈവ് ചെയ്ത യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കാൻ കസബ പോലീസ് RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ പതിവായി നമ്മൾ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്ന യുവാക്കള് മദ്യലഹരിയിലും കഞ്ചാവ് ലഹരിയിലുമൊക്കെ സാഹസിക യാത്ര നടത്തുന്നു, അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു, അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പൊക്കെ നടപടി സ്വീകരിക്കുമ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം. എന്താണ് ഈ പാലക്കാട് സംഭവിച്ചതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഈ മൂന്നാറിലടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ വളരെ കാലമായി തന്നെ വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നേരത്തെ കണ്ടതാണ്. അതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതാണ്. ഇപ്പോൾ പാലക്കാട് എത്തുന്നു എന്നതാണ്. പാലക്കാട് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള 7 അംഗ സംഘത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി കസബ പോലീസ് RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കർശനമായ ഒരു നടപടി പോലീസ് എടുക്കുന്നു എന്നത് വ്യക്തമാണ്. ഒപ്പം എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ യുവാക്കളുടെ സാഹസിക യാത്ര അത് അവരുടെ ഒരു ജീവന് മാത്രമല്ല, തൊട്ടടുത്തൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. മറ്റൊരു കാറിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ വളരെ ചേർന്നാണ് ആ വാഹനങ്ങൾ പോകുന്നത്. ഇതൊക്കെ വളരെ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കർശനമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി വരികയാണ്. പിന്നെ ഈ പാലക്കാട് മാത്രമല്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പാലക്കാട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് ജില്ലകളിൽ കൂടി ഇത്തരം കേസുകൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ ഇടയിലടക്കം വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് കാരണമാകുന്നു എന്നൊരു കണ്ടെത്തലും അത്രയൊരു നിഗമനം കൂടിയുണ്ട്. കാരണം ഇത്ര സാഹസികമായ രീതിയിൽ ഒരു യാത്ര ചെയ്യാൻ, അതും ഒരു നിരന്തരം തിരക്കുള്ള ഒരു മേഖലയാണ്, കോയമ്പത്തൂർ ദേശീയപാതയാണ്. ഈ ഒരു റോഡിലൂടെ ഇത്തരത്തിലുള്ള ഒരു സാഹസിക യാത്ര നടത്താനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര നടത്തിയാൽ അതിന് മറ്റ് നിയമപ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊന്നും ഒരു നടപടിയിലേക്കും കടക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസമോ ഒരു ധൈര്യമോ അതൊക്കെ ആയിരിക്കാം ഈ യാത്രയ്ക്ക് പിന്നിൽ ഈ വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കളുടെ ഇടയിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കർശനമായ നടപടി സ്വീകരിച്ച് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൽപ്പാത്തി സ്വദേശിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഈ യുവാവിനെ അടക്കം 7 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സാഹസിക യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്.